വോട്ടെടുപ്പ് 9-ാം തീയതിയാണല്ലോ. UDF ജയിച്ചു വരുമെന്നാണ് എല്ലാ വിധ സർവേകളും തരുന്ന സൂചന. UDF ജയിച്ചു വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? അത് ഇതിനകം പല വട്ടം ചർച്ച ചെയ്യപ്പെട്ട അഥവാ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയാകാൻ തൽപരരായ പലരുണ്ട് UDF-ൽ. അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ്. വളരെ കാലം കൊണ്ട് പാർട്ടിയെ സേവിക്കുകയും UDF-നെ സേവിക്കുകയും വളരെ കർമ്മോത്സുകരായി തന്നെ പാർട്ടിയെ നയിക്കുകയും അങ്ങനെ കഴിവുള്ളവരെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. മുഖ്യമന്ത്രി പദത്തിൽ എത്തിയില്ല എങ്കിൽ പോലും മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ കഴിവ് തെളിയിച്ചവരാണ് അങ്ങനെ മുഖ്യമന്ത്രി പദം കൊതിക്കുന്ന ഓരോരുത്തരും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്ന ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1957 പുലിറ്റ്സർ സമ്മാനം നേടിയ ഒരു ഗ്രന്ഥമുണ്ട്. എഴുതിയ ആളാരാണെന്നല്ലേ? ജോൺ എഫ് കെന്നഡി. പുസ്തകത്തിൻ്റെ പേര് പ്രൊഫൈൽസ് ഇൻ കറേജ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഉത്തരവാദിത്വ രാഷ്ട്രീയ ജീവിതം ഇഴപിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ജനപ്രീതിയേക്കാൾ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, അതായത് തൻ്റെ രാഷ്ട്രീയ ജീവിതം രാഷ്ട്രത്തിന് ഗുണം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ ജനപ്രീതിയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ധാർമ്മികതയിൽ ഊന്നിയ ധൈര്യത്തിനാണ്. അപ്പോൾ ധാർമ്മികതയിൽ ഊന്നിയ ധൈര്യം അത് കൈവശമുള്ളവർ ചിലപ്പോൾ ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ചില തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. പക്ഷേ അത് ജനങ്ങൾക്കും തൻ്റെ രാജ്യത്തിനും ഭാവിയിലേക്ക് ഭാസുരമായ വാഗ്ദാനങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അത്തരം തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരുന്നത് ഇത്തരം ആൾക്കാരുടെ, ഇത്ര കറേജുള്ള രാഷ്ട്രീയക്കാരൻ്റെ ആ ധാർമ്മിക ബോധത്തിൽ നിന്ന്, ധാർമ്മികതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ശക്തി മൂലം, ധൈര്യം മൂലമാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. ഈ ധൈര്യത്തോടു കൂടി ഒരു പാർട്ടിയെ നയിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് ഒരു നല്ല ഭാവി പ്രദാനം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ഈ പ്രൊഫൈൽസ് ഇൻ കറേജിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പ്രൊഫൈൽസ് ഇൻ കറേജ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ ഉരുക്കു ചൂളയിലിട്ട് നാം ഒരു ഉത്തരം തേടുക. ആരായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന്? കോൺഗ്രസ് ജയിച്ചു വന്നാൽ, UDF ജയിച്ചു വന്നാൽ, അങ്ങനെ ഒരു ഉത്തരം തേടുകയാണെങ്കിൽ പലരും, അതായത് ധാരാളം പേര് അഭിപ്രായപ്പെടുന്നത് മിക്കവാറും അത് VD സതീശൻ്റെ പേരായിരിക്കും ആദ്യം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ്. ഈ പ്രൊഫൈൽസ് ഇൻ കറേജ് എന്ന ചൂളയിലിട്ട് ഉരുക്കിയെടുത്താലാണ് കേട്ടോ ഇങ്ങനെ ഒരു പേര് ഉരുത്തിരിഞ്ഞു വരും എന്ന് പലരും അഭിപ്രായപ്പെട്ടത്. എന്താണ് കാരണം? അതായത് എല്ലാ നേതാക്കന്മാരും മിടുക്കരാണ്, പരിചയസമ്പന്നരാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, ഒക്കെ ശരിയാണ്, ആത്മധൈര്യമുള്ളവരാണ്, രാഷ്ട്രതന്ത്രജ്ഞതയിലും മികവുള്ളവരാണ്. അതൊക്കെ പറയുമ്പോഴും ഈ അഭിപ്രായം രേഖപ്പെടുന്ന, അതായത് VD സതീശനാണ് അതിന് ഏറ്റവും അനുയോജ്യനായ കാൻഡിഡേറ്റ്, ആ പ്രൊഫൈൽസ് ഇൻ കറേജിലെ കറേജ് പൂർണ്ണമായിട്ടും കാത്തു സംരക്ഷിക്കുന്നവൻ എന്ന് പറയുന്നവരുടെ അഭിപ്രായം ഈ മെമ്പേഴ്സിൽ, അതായത് നമ്മൾ കൈകാര്യം ചെയ്യുക UDF-നകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ എല്ലാം കൊണ്ടും ജൻസിയുടെ നായകൻ, അതായത് യുവജനങ്ങളുടെ നായകൻ, യുവജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ മുന്നേറാൻ കഴിയുന്ന നായകൻ VD സതീശനാണ് എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് VD സതീശനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? VD സതീശൻ്റെ അത്ര ധൈര്യശാലിയാണോ VD സതീശൻ? ഈ പറയപ്പെട്ട പ്രൊഫൈൽസ് ഇൻ കറേജ്, ഇപ്പോൾ പ്രൊഫൈൽസ് ഇൻ കറേജ് 1957 പുലിറ്റ്സർ സമ്മാനം നേടിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന തരത്തിലുള്ള ധൈര്യം, ആ ധൈര്യം അത് കരസ്ഥമാക്കി രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർ രാഷ്ട്രീയത്തിൽ അതികായന്മാരായി മാറും. ചരിത്രം അവരെ എന്നും സ്മരിക്കും എന്നുള്ളതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. ആ പറയുന്ന
തന്ത്രജ്ഞതയിലെ ധൈര്യത്തിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ അത് വെച്ച് നമുക്കൊന്ന് മിസ്റ്റർ വി ഡി സതീശനെ ഒന്ന് 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 അളന്നു നോക്കാം നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ വി ഡി സതീശനെ അളന്നു നോക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം നെഹ്റുവിയൻ ഇടതുപക്ഷ രാഷ്ട്രീയ വിശ്വാസമാണ് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. തൻ്റെ അതായത് നെഹ്റുവിയൻ ഇടതുപക്ഷ രാഷ്ട്രമീമാംസയാണ് തൻ്റെ പ്രത്യയശാസ്ത്രമെന്ന് അദ്ദേഹം ആശങ്കയ്ക്ക് ഇടയില്ലാത്ത തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ നെഹ്റുവിയൻ ഇടതുപക്ഷം നയം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പോൾ നെഹ്റുവിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഗ്രന്ഥം അത് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോൾഷെവിക് റവല്യൂഷൻ 1917 ബോൾഷെവിക് റവല്യൂഷൻ. ആ ബോൾഷെവിക് റവല്യൂഷൻ കഴിഞ്ഞിട്ട് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് രീതിയിലൂടെ സോവിയറ്റ് റഷ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ നെഹ്റു വിചാരിച്ചിരുന്നു ഒരു സോവിയറ്റ് റഷ്യയുടെ പ്ലാനിംഗ് മോഡലിലുള്ള ഒരു സമ്പദ്ഘടന ഇവിടെ രൂപകൽപ്പന ചെയ്യണം, ഇവിടെ വാർത്തെടുക്കണം, ഇന്ത്യയിൽ വാർത്തെടുക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ആ ആഗ്രഹത്തെ പക്ഷെ തടയിട്ടത് സർദാർ പട്ടേൽ, വി കെ കൃഷ്ണമേനോൻ, അങ്ങനെയുള്ള നിരവധിയായ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് മുന്നോട്ട് വന്ന നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരൊക്കെ ഈ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ആ പ്ലാനിങ്ങിന് എതിരായിരുന്നു. പക്ഷെ അവരൊക്കെ ചൂണ്ടിക്കാണിച്ചു നെഹ്റുവിനും താല്പര്യമുള്ള തരത്തിലേക്ക് ഒരു ഒരു വഴി കൊണ്ടുവന്നു. അതായിരുന്നു മിക്സഡ് ഇക്കോണമി. അതായത് ഭാഗികമായി സോഷ്യലിസവും ഭാഗികമായി ക്യാപിറ്റലിസവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കമാൻഡിങ് ഹൈറ്റ്സ്, ഏറ്റവും പരമപ്രധാനമായ 18 മേഖലകൾ പബ്ലിക് സെക്ടറിൻ്റെ, പൊതുമേഖലയുടെ കയ്യിലായിരുന്നു നമ്മുടെ സമ്പദ്ഘടനയെ രൂപകൽപ്പന ചെയ്ത് മിക്സഡ് ഇക്കോണമി എന്ന കോൺസെപ്റ്റോടുകൂടി നമ്മൾ ബജറ്റൊക്കെ തയ്യാറാക്കി മുൻപോട്ട് പോകുമ്പോൾ. അപ്പോൾ അതായത് ഒരു മിക്സഡ് ഇക്കോണമി കോൺസെപ്റ്റ്. ഭാഗികമായിട്ട് അവിടെ പബ്ലിക് സെക്ടറുണ്ട്, ഭാഗികമായിട്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. രണ്ടിൻ്റെയും കൂടി ഒരു സമഞ്ജസ സമ്മേളനം. അങ്ങനെ ആയിരുന്ന ആ ഘട്ടത്തിലൂടെയാണ് നമ്മൾ 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ആ മിക്സഡ് ഇക്കോണമി തരത്തിലാണ് നമ്മൾ മുമ്പോട്ട് വന്നത്. ആ മിക്സഡ് ഇക്കോണമിയിൽ തന്നെ ആണ് പൊതുമേഖലാ സ്ഥാപനം, ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഒക്കെ പൊതുമേഖലയിലായിരുന്നു. കമാൻഡിങ് ഹൈറ്റ്സ് ഇൻ ദ ഇക്കോണമി എന്താണ് പറഞ്ഞിരുന്നത് ആ 18 പൊതുമേഖലാ സ്ഥാപനങ്ങളെ. പക്ഷേ 1990-91 ആയപ്പോഴേക്കും ഇന്ത്യൻ ഇക്കോണമി, അതായത് ഇന്ത്യൻ ഇക്കോണമി വലിയ ധനപ്രതിസന്ധിയിലേക്ക് മാറുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒട്ടുമിക്കതും നഷ്ടത്തിൽ ഓടുന്ന സ്ഥാപനങ്ങളായി മാറുന്നു. കാര്യക്ഷമത കുറയുന്നു. അത് അങ്ങനെയൊക്കെ ആകെപ്പാടെ സമ്പദ്ഘടനയുടെ വളർച്ച, അതായത് ഹിൻഡു റേറ്റ് ഓഫ് ഗ്രോത്ത് 3.5% ആണ് ആ ശരാശരി വളർച്ചാ നിരക്ക് ഓരോ വർഷവും എന്ന രീതിയിലേക്ക് വരുന്നു. അങ്ങനെ കാര്യക്ഷമത കുറഞ്ഞ, GDP ഗ്രോത്ത് കുറഞ്ഞ നിരക്കിലായ ഒരു സമ്പദ്ഘടന, വലിയ പോപ്പുലേഷനും ഇങ്ങനെ മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രതിസന്ധി വരികയും IMF-നോട് വായ്പ ചോദിക്കുമ്പോൾ IMF കടം തരാൻ പറ്റില്ല, ഇന്ത്യ കടക്കണിയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ കമ്മട്ടത്തിലെ സ്വർണം എടുത്ത് നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും സ്വിസ് ബാങ്കിലും ഒക്കെ പണയപ്പെടുത്തിയാണ് അന്നേരം നിൽക്കക്കള്ളി കണ്ടെത്തിയത്. അതിനുശേഷമാണ് IMF-ൻ്റെ ഒക്കെ എന്താണ് പറയുക മാൻഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ പോയി എന്നതുകൊണ്ട് തെറ്റില്ല. അത് നെഹ്റുവിയൻ വേയിൽ നിന്നുള്ള ഒരു മാറ്റവുമല്ല. കാരണം അപ്പോഴും പബ്ലിക് സെക്ടർ അവിടെ ഉണ്ട്. കമാൻഡിങ് ഹൈറ്റ്സിൽ പബ്ലിക് സെക്ടർ ഉണ്ട്. പക്ഷേ ആ പബ്ലിക് സെക്ടറിനോടൊപ്പം പ്രൈവറ്റ് സെക്ടറിനും പങ്കുചേരാം. അതായത് അവയ്ക്കും ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി പബ്ലിക് സെക്ടർ മാത്രമായിരുന്നു, അവിടെ പ്രൈവറ്റ് സെക്ടറിനും വരാം. ആ തരത്തിൽ ആ മേഖലകളൊക്കെ തുറന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ട്.
അപ്പം അങ്ങനെയാണ് ഇന്ത്യൻ ഇക്കോണമി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ പ്രൈവറ്റൈസേഷൻ ക്രോണി ക്യാപിറ്റലിസത്തിന് വഴിമാറുന്നുവോ എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ, അതുകൊണ്ടാണല്ലോ അദാനിക്കും അംബാനിക്കും ഒക്കെ ഇന്ത്യയെ തീരെഴുതി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് മാത്രവുമല്ല, തോമസ് പിഗറ്റി എഴുതിയിരിക്കുന്ന ക്യാപിറ്റലിസം ഇൻ ദ 21st സെഞ്ച്വറി എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ഫ്രഞ്ചുകാരനായ അദ്ദേഹം ഈ ക്രോണി ക്യാപിറ്റലിസത്തെ പറ്റിയാണ്, ചങ്ങാത്ത മുതലാളിത്തം. അപ്പൊ ഇപ്പോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ചെങ്ങാത്ത മുതലാളിത്തത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് LDF ഗവൺമെന്റ് പോലും. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നോക്കിയാൽ LDF ഗവൺമെന്റ് പോലും ചെങ്ങാത്ത മുതലാളിത്തം, അതായത് അവർ കമ്മ്യൂണിസ്റ്റ് വേ വിട്ട് ചെങ്ങാത്ത മുതലാളിത്തത്തേക്ക്, മിക്സഡ് ഇക്കോണമിയുമല്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ പറയുന്നത് ആ നെഹ്റുവിയൻ മോഡില്, അതായത് അത്ര പൂർണ്ണമായിട്ടും വലതുപക്ഷത്തേക്ക് തിരിയാതെ വലത് ഇടത് പക്ഷങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ, അതായത് പബ്ലിക് സെക്ടറിന് പ്രാമുഖ്യം ഉണ്ടാകണം, പബ്ലിക് സെക്ടറിന് പ്രാമുഖ്യം ഉണ്ടാകുമ്പോൾ തന്നെ സ്വകാര്യ മേഖലയും വളരണം. അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ ചിന്തയാണ് നെഹ്റുവിനുണ്ടായിരുന്നത്. ആ നെഹ്റുവിൻ്റെ ഇടതുപക്ഷ ചിന്ത ഞാനും പങ്കുവയ്ക്കുന്നു, അത് തന്നെയാണ് എൻ്റെയും ചിന്ത എന്നാണ് VD സതീശൻ പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നെഹ്റു എന്ന ക്രാന്തദർശിയെ പോലെ തന്നെ VD സതീശനും ക്രാന്തദർശിയാണ്. ഇപ്പോൾ നമുക്കറിയാം ലോകം ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ലോകത്തെ നന്നായിട്ട് പോകണം, അതായത് എന്താ പറയുക, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ആരും ഉണ്ടാകാൻ പാടില്ല, അവരെയൊക്കെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, സ്വകാര്യ മേഖലയ്ക്ക് ഒരു മേഖലയും തീരെഴുതാൻ പാടില്ല, അവിടെയൊക്കെ സർക്കാരിൻ്റെ കൈകടത്തലുകൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഈ തോമസ് പിഗറ്റിയെ പോലെയൊക്കെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഒക്കെ. അപ്പോൾ എല്ലാവരും ക്രോണി ക്യാപിറ്റലിസത്തിന് അഥവാ ചെങ്ങാത്ത മുതലാളിത്തത്തിന് എതിരാണ്. പക്ഷേ അപ്പോഴും നമുക്കറിയാം നമ്മുടെ BJP ഗവൺമെന്റ് എടുക്കുന്ന ഒട്ടുമിക്ക തീരുമാനങ്ങളും ചങ്ങാത്ത മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ആ രീതിയിൽ തന്നെ പോവുകയാണ് LDFും കേരളത്തിൽ എന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ LDFിൽ ഇത്രയധികം പൊട്ടലും ചീറ്റലും ഒക്കെ നാം കേൾക്കുന്നത് അങ്ങോളം ഇങ്ങോളം. അപ്പം അങ്ങനെ കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് ഒരു മഹാനായ രാഷ്ട്രശില്പിയായിരുന്നു നെഹ്റു എന്നതിന് ആർക്കും സംശയമില്ല. അദ്ദേഹം കണ്ടെടുത്ത വഴിയാണ് മിക്സഡ് ഇക്കോണമി. ആ മിക്സഡ് ഇക്കോണമിയിൽ നിന്ന് ഇടക്കാലം കൊണ്ട് LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വ്യതിചലിച്ചെങ്കിലും അത് പൂർണ്ണമായിട്ടും ആ പബ്ലിക് സെക്ടറിന് തള്ളിക്കളഞ്ഞിട്ടില്ല. പബ്ലിക് സെക്ടറിന് ഇപ്പോഴും അത് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതായത് പബ്ലിക് സെക്ടറിലുള്ള കമ്പനികളുടെ 50% വരെ ഓഹരികൾ സ്വകാര്യവൽക്കരിക്കാം എന്ന തീരുമാനമാണ് റാവു ഗവൺമെന്റിന്റെ കാലത്ത് എടുത്തിരുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് കൂടുതൽ സ്വകാര്യവൽക്കരിക്കണം എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ VD സതീശൻ ആ തരത്തിൽ, അതായത് നെഹ്റുവിയൻ ഫിലോസഫിയുമായിട്ട് പോകുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ക്രാന്തദർശിയാണ്. ക്രാന്തദർശി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെ ചേർത്ത് നിർത്താൻ താല്പര്യമുള്ളവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു മഹാരഥൻ അദ്ദേഹം VD സതീശൻ. അദ്ദേഹത്തിന് മറ്റെന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നും കൂടി നമ്മളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ സർവരെയും ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള താല്പര്യങ്ങളുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അഥവാ രാഷ്ട്ര തന്ത്രജ്ഞത അയവിറക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു മഹാരഥൻ എന്നാണ് നമുക്ക് VD സതീശനെ പറ്റി നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ജൻസികളുടെ താല്പര്യം എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ചേർത്ത് പിടിക്കലല്ല. അതായത് AI വളരുന്നതിനനുസരിച്ച് ഇപ്പം തന്നെ നമ്മൾ കേട്ടു ഓറക്കിൾ 12,000 ഇന്ത്യക്കാരെ പിരിച്ചുവിടുന്നു എന്ന്. അത്തരം ചിന്തകളൊക്കെ വരുന്നത് തന്നെ നമ്മുടെ ജൻസിക്ക് വലിയ ഭയമാണ്. അതായത് അവർക്ക് എന്തായിരിക്കും ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന ആശങ്ക ചെറുപ്പക്കാരെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് അവരെ ആകുല ചിത്തരാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ആകുല ചിത്തരെ സമാധാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു ഗ്ലോബൽ കേപ്പബിലിറ്റി സെക്ടർ ആക്കി മാറ്റുന്ന, ഹബ്ബാക്കി മാറ്റുന്ന
തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും, അത് എൻജിനീയറിംഗ് ആകട്ടെ, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് ആകട്ടെ, മെഡിസിൻ ആകട്ടെ, ഏത് മേഖലയിലും അത്യന്താധുനികമായ വളർച്ച കൊണ്ടുവരിക, അത്യന്താധുനിക വളർച്ചയ്ക്കുള്ള സകല സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുക. അങ്ങനെ മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ യുവതി യുവാക്കൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ. അത് തന്നെ ആ ജൻസിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതിലേക്കുള്ള അത് ഇപ്പോൾ വി.ഡി. സതീശൻ്റെ മാത്രം അല്ല, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ പ്രകടന പത്രികയാണ്. പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിൻ്റെയും കോൺട്രിബ്യൂഷനുണ്ട് എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ 5 ലക്ഷം രൂപ പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ താനൊരു പ്രത്യേക ജോലിക്ക് പ്രാപ്തനായി എന്ന് ഒരു വ്യക്തിക്ക്, ഒരു വനിതയാണെങ്കിലും ഒരു യുവാവാണെങ്കിലും തോന്നി അങ്ങനെ ഒരു വായ്പ എടുത്തു. ആ വായ്പ നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതിനും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉറപ്പ് കൊടുത്ത് യുവതി യുവാക്കളെ മുന്നേറാൻ സഹായിക്കണം, കൈപിടിക്കണം എന്നുദ്ദേശിക്കുന്നു. ആ ഉദ്ദേശമാണ് ഈ ന്യൂജൻ ഇദ്ദേഹത്തിന് കൂടുതൽ മാർക്കിടാനുള്ള സാധ്യത, ഇദ്ദേഹത്തിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാനുള്ള സാധ്യത. അപ്പൊ അദ്ദേഹത്തിന്റെ ന്യൂജന് വേണ്ടി പലതും ചെയ്യാനുള്ള ധൈര്യം കാണിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ ധൈര്യം, അതായത് ജോൺ കെന്നഡി പറയുന്നത് പോലെ പ്രൊഫൈൽസ് ഇൻ കറേജ്, അത്തരത്തിലുള്ള ധൈര്യം കാണിക്കുന്നതിന് കേരള രാഷ്ട്രീയത്തിൽ പല നിലപാടുകൾ, അതായത് അങ്ങനെ കാണിക്കാൻ പ്രാപ്തിയുള്ളവനാണ് വി.ഡി. സതീശൻ എന്ന് വളരെ സ്പഷ്ടമാക്കുന്ന തരത്തിലുള്ള പല നിലപാടുകളും അദ്ദേഹം അടുത്ത കാലത്ത് കൈക്കൊണ്ടതായിട്ട് നമുക്കറിയാം. അതായത് അങ്ങനത്തെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിനും നമുക്കും തോന്നും, ഇത് അദ്ദേഹത്തെ അപകടത്തിലാക്കില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, അദ്ദേഹം എല്ലാവരും കൂടി ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പാലക്കാട് മത്സരിപ്പിക്കുന്നത്. ഒരു നല്ല കാൻഡിഡേറ്റ് എന്ന രീതിയിൽ നല്ലവണ്ണം പെർഫോം ചെയ്ത് നല്ല വിജയമൊക്കെ നേടി ആ വിജയത്തിൻ്റെ ഗരിമയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ പറ്റി വളരെ അസഹ്യമായ തരത്തിലുള്ള ഒരു കഥ പുറത്തു വരുന്നത്. ആ കഥ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ, അതായത് പാർട്ടിയിലെ പലരും എതിർത്തിട്ടും അതിനെ ഗവനിക്കാതെ തന്നെ പാർട്ടിയിൽ നിന്ന് ഉടനടി പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു വി.ഡി. സതീശൻ. അതൊരു ധൈര്യമാണ്. ബാക്കി അതായത് വി.ഡി. സതീശനായിരിക്കണം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തലിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന അതായത് ഉയർന്നു വരുന്ന മിടുക്കനായ ഒരു നേതാവ് എന്ന രീതിയിൽ കേരളം മുഴുവൻ കണ്ടിരുന്നവനാണ്. പക്ഷെ ഇങ്ങനെ ഒരു കുഴപ്പം, ഒരു തെറ്റ് കണ്ടതോടുകൂടി അത് ഒരു കാരണവശാലും ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട, ജനഹിതമനുസരിച്ച് ജനനന്മയ്ക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റ്, ആ തെറ്റ് അത്ര ഭീകരമായ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉടനടി പുറത്താക്കുക എന്ന തീരുമാനം ആര് പറഞ്ഞതും ഗവനിക്കാതെ എടുത്തത്. ആ തരത്തിലുള്ള ധൈര്യം, അതാണ് ജോൺ എഫ് കെന്നഡി പറയുന്ന തരത്തിലുള്ള ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ എത്രയെത്ര സാഹചര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് നാം കാണാറുണ്ട്. അങ്ങനെ 10 വർഷം കൊണ്ട്, അതായത് അങ്ങനെ പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് കേരളത്തെ ഭരിച്ച് കടക്കിണിയുടെ വക്കിലെത്തിച്ചു. അതുമാത്രവുമല്ല, അതായത് അവർ റീൽസൊക്കെ പ്രിപ്പയർ ചെയ്ത്, ആ റീൽസൊക്കെ കണ്ട യഥാർത്ഥ കേരളം ആ റീൽസിൽ കാണിക്കുന്നതാണെങ്കിൽ ഇതൊരു സ്വർഗമായി മാറി എന്ന് എല്ലാവർക്കും തോന്നും. ആ തരത്തിലാണ് റീൽസൊക്കെ കാണിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത റീൽസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തെ നല്ലവണ്ണം അനലൈസ് ചെയ്യുന്ന, കേരളത്തെ പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. അപ്പം അങ്ങനെ ഈ റീൽസൊക്കെ ഇറക്കി ജനങ്ങളെ കയ്യിലെടുത്തിരിക്കുകയാണ് LDF ഗവൺമെൻറ്. അങ്ങനെ ജനങ്ങളെ കയ്യിലെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ സധൈര്യം പറയുന്നത് ഈ LDFനെയും NDAയെയും എതിരിട്ട് തോൽപ്പിച്ച് അധികാരത്തിലെത്തും. അതും അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാലഞ്ച്. അതായത് LDFൻ്റെ കാര്യം നമുക്കറിയാം. TV തുറന്നാൽ ന്യൂസിനകത്തായാലും അല്ല മറ്റെന്ത് പ്രോഗ്രാം ആണെങ്കിലും അതിനകത്തൊക്കെ
വലിയ ഇടവേള ഇല്ലാതെ തന്നെ ഓരോ റീൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന റീൽസ് കണ്ടാൽ സർവ്വസാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഈ 10 വർഷം കൊണ്ട് എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കാമോ അങ്ങനെയൊക്കെ സ്വാധീനിച്ചു. അങ്ങനെ സ്വാധീനിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ സർവത്ര സ്വർണമാക്കി മാറ്റി എന്ന് പറയത്തക്ക രീതിയിൽ റീൽസും ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു വശത്ത് അത്, മറുവശത്തെ NDA അതായത് BJP ഗവൺമെൻറ് സർവ്വതന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ. അപ്പോൾ ഈ രണ്ട് കൂട്ടരും കൂടെ മെയ്യോട് മെയ് ചേർന്ന് മെച്ചപ്പെടുത്താനുള്ള ശ്രമവുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് VD സതീശൻ പറയുന്നത്, ഇവരെ പുറത്താക്കി ഭരണം പിടിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. അതൊരു ശക്തമായ തീരുമാനമാണ്. ആത്മധൈര്യം വളരെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനം തുറന്നു പറയാൻ പറ്റുകയുള്ളൂ. ഇനി അതുപോലെ മറ്റൊന്നാണ്, 2006-11 കാലഘട്ടത്തിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കുമായി നടത്തിയ ഒരു സംവാദമുണ്ട്. സംവാദം എന്ന് വെച്ചാൽ അന്ന് ലോട്ടറി, സാന്റിയാഗോ മാർച്ചിൻ്റെ ലോട്ടറി, ഇവിടെ വലിയ തോതിൽ ലോട്ടറി, ആ ലോട്ടറി കുംഭകോണങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. അപ്പോൾ ഈ സാന്റിയാഗോ മാർച്ചിൻ്റെ ലോട്ടറി ഇവിടെ നിരോധിക്കണമെന്നും അതുവഴി കാര്യങ്ങൾ ശരിയല്ല, ക്രമമല്ലാത്ത രീതിയിൽ പോകുന്നു എന്നും ഒക്കെയുള്ള ആക്ഷേപം ഉയർന്നു. ആ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് ഒരു സംവാദത്തിന് UDFനെ LDF, അതായത് തോമസ് ഐസക്ക് അന്ന് ഭരണത്തിലിരുന്നത് LDF ആയിരുന്നു, വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചപ്പോൾ VD സതീശൻ അന്ന് 2006 ഒരു MLA എന്ന രീതിയിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു MLA ആയിരുന്നു. അപ്പം തോമസ് ഐസക്ക് ഈ പിഞ്ച് ബാലനെയാണോ വിടുന്നത് എന്ന രീതിയിൽ വളരെ മോശമായിട്ടെങ്കിൽ ഞാൻ എൻ്റെ പ്യൂൺ പോലെയുള്ള ആരെയെങ്കിലും സംവാദത്തിന് വിടാം എന്നാണ് പറഞ്ഞത്, പരിഹാസപൂർണ്ണം. അപ്പോൾ VD സതീശൻ പറഞ്ഞു, ആരെ വേണമെങ്കിലും വിട്ടോളൂ, പക്ഷേ ഞാൻ അവരെ LDFൻ്റെ പ്രതിനിധിയായിട്ട് കണക്കാക്കും, സംവാദത്തിൻ്റെ അവസാനം എന്താണോ അത് അവർക്ക് തന്നെ ആയിരിക്കും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. ഏതായാലും ആ സംവാദത്തിൽ VD സതീശൻ, അതായത് VD സതീശനും തോമസ് ഐസക്കും തമ്മിലായിരുന്നു അവസാനം സംവാദം. എന്നിട്ട് നിഷ്പക്ഷമതികളായ, നമുക്കറിയാമല്ലോ ഈ പറയപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരുപാട് പേരും പക്ഷം പിടിക്കുന്നവരാണ്. പക്ഷെ നിഷ്പക്ഷമതികളായ മിടുമിടുക്കരായ മാധ്യമപ്രവർത്തകർ അന്ന് പറഞ്ഞത് VD സതീശനാണ് ആ സംവാദത്തിൽ ജയിച്ചത് എന്നാണ്. ഇനി അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കറിയാം സാന്റിയാഗോ മാർട്ടിനെ, അന്ന് വലിയ കിംവദന്തികൾ ഉണ്ടായിരുന്നതാണ്, സാന്റിയാഗോ മാർട്ടിനെ ഇവിടുന്ന് കെട്ടിച്ചു. അങ്ങനെ നമ്മുടെ തന്നെ ലോട്ടറി വകുപ്പ് വരുന്നു. ആ ലോട്ടറി വകുപ്പ് വന്നതിന് ശേഷം നമുക്കറിയാം, പിന്നെ UDF ഗവൺമെൻറ് 2011-16 ഭരിച്ചിരുന്ന UDF ഗവൺമെൻറ് കാലത്താണ് ലോട്ടറി വകുപ്പിൽ നിന്ന് തന്നെ എന്ത് ലോട്ടറിയാണ്, കാരുണ്യ ലോട്ടറി, അത് അന്ന് അതിൻ്റെ ഇൻചാർജ് ആയിരുന്ന ബിജു പ്രഭാകറാണ് മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ഇങ്ങനെ ഒരു ലോട്ടറിയെ പറ്റി ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അത് ശരിയായ നല്ലൊരു കോൺസെപ്റ്റാണ്. പാവങ്ങളെ സഹായിക്കാൻ, പാവങ്ങൾക്ക് 5 മാരക രോഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ വേണ്ടിയാണ്. മാരക രോഗങ്ങൾ എന്ന് വെച്ചാൽ ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പാവങ്ങൾക്ക് പരിരക്ഷ നൽകാനാണ് കാരുണ്യ ലോട്ടറി വഴി പണം കളക്ട് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ പറ്റിയത് അന്ന് VD സതീശനും തോമസ് ഐസക്കും തമ്മിലുള്ള ആ സംവാദത്തിൽ VD സതീശൻ ജയിച്ചത് കൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിനെ ഇവിടുന്ന് കെട്ടിക്കാൻ പറ്റിയത്. പ്രായം കുറഞ്ഞ ഒരു കന്നി MLA ആയിരുന്നിട്ടും അദ്ദേഹം എന്ന് വെച്ചാൽ അത്രയധികം നല്ലവണ്ണം വിഷയങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഒക്കെ അതുപോലെ നല്ലവണ്ണം പഠിക്കുന്നവരാണ്. പക്ഷേ ചില വ്യത്യസ്തതകൾ ഇവരിലൊക്കെ തമ്മിൽ കാണുന്നു. ആ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംവാദം ഉണ്ടായി, തീർച്ചയായിട്ടും VD സതീശൻ തന്നെ അവിടെ ജയിച്ചു. അംഗീകാരമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഫലമാണ് സാന്റിയാഗോ മാർട്ടിനെ കെട്ടിച്ചത്. അതിന് ശേഷമാണ് ഇങ്ങനൊരു ലോട്ടറി സിസ്റ്റം, ഒരു കാരുണ്യ ലോട്ടറി എന്നൊരു ലോട്ടറി സിസ്റ്റം വരുന്നത്. അതും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. 1500 കോടിയോ മറ്റോ ആണ്, അതോ അതിൽ കൂടുതലോ ആണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾക്കും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും ഒക്കെ കുടിശ്ശികയുള്ളത്. അതുകൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് വിട്ടുമാറുകയാണ്. പക്ഷേ
നമുക്കറിയാം 25 ലക്ഷം രൂപയുടെ ലോട്ടറി പരിരക്ഷയാണ് ഓരോ കുടുംബത്തിനും UDF അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വി ഡി സതീശനിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഈ അങ്ങനെ ഒരു എന്താ പറയുക, സംവാദപ്രിയനാണ് അദ്ദേഹം. അതായത് സംവാദപ്രിയനാകണമെങ്കിൽ കാര്യങ്ങളെപ്പറ്റി ആഴത്തിൽ ജ്ഞാനമുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ സംവാദത്തിന് ആരും പോകില്ല. ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ സംവാദത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ കാരണവും എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഇനി അതുപോലെ തന്നെ ഈ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ അവിഹിതമായി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ ആ സമയത്താണെങ്കിലും അതിനുശേഷം ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള സമയം, ഇവിടെയൊക്കെ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഓരോ നേതാക്കന്മാർക്കും, അതിപ്പോൾ UDFിലാണെങ്കിലും LDFിൽ എവിടെയാണെങ്കിലും ഓരോ നേതാക്കന്മാർക്കും അവനവൻ്റെ കസ്റ്റഡിയിലുള്ള, അവനവൻ പറഞ്ഞത് കേൾക്കുന്ന തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് ഓരോ സ്ഥലത്തും കാൻഡിഡേറ്റ് ആകണം, ജയിച്ചു വരണം എന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷെ വി ഡി സതീശൻ അതിനൊന്നും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടൈപ്പല്ല. അദ്ദേഹത്തിന് ആരെ എവിടെ ജയിക്കുമെന്ന് നല്ല ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ മറ്റുള്ളവരെന്തു പറയുന്നു എന്ന് ഗവനിക്കാതെ തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ഉചിതമായ സ്ഥാനാർത്ഥികളെ ഉചിതമായ സ്ഥലത്ത് നിർത്തി ജയിപ്പിക്കാനും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന് സാധിക്കാറുള്ളത്. ആ സ്ഥാനാർത്ഥി അഥവാ പരാജയപ്പെട്ട, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത്തരം സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നത്, സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ കുറ്റമാണ്, ഞാനത് ഏറ്റെടുത്തോളാം. പക്ഷേ ജയിക്കുകയാണെങ്കിലോ അത് ടീം UDFിൻ്റെ വിജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുടെ ധാർമ്മികത കിടക്കുന്നത്. തോറ്റുപോയാൽ ഞാൻ ഏറ്റെടുത്തു അതിൻ്റെ പഴി, പക്ഷെ ജയിച്ചാൽ ടീം UDFിൻ്റേതാണ് ആ വിജയം എന്ന് പറയുന്ന ധാർമ്മികത. അത്തരം ധാർമ്മികത കൈക്കൊള്ളുന്നവർ വളരെ കുറച്ചേ കാണൂ എന്നാണ് നമ്മുടെ പഴയ, അതായത് വളരെ കാലത്തെ ഈ രാഷ്ട്രീയ പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ വളരെ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരും അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രഭാഷകനുമാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ധനപ്രതിസന്ധി പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ അടുത്ത ദിവസം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ വായനയും ആഴത്തിലുള്ള അറിവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എന്താണ് പറയുക, പോരായ്മകൾ എന്തൊക്കെയാണ്, ആ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല പരിജ്ഞാനമാണ്. നല്ലവണ്ണം എന്താ പറയുക, ആഴത്തിൽ അറിഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം മുഖ്യമന്ത്രി ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചു. ഞാൻ റെഡി എന്ന ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം. എവിടെ വെച്ച് എപ്പോൾ വേണം എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിച്ചുള്ള ഒരു സംവാദം. ഇങ്ങനെയുള്ള സംവാദങ്ങളെ പറ്റി ഉള്ള ചർച്ചയിലാണ് ജോൺ എഫ് കെന്നഡി ഈ പറയപ്പെട്ട ഗ്രന്ഥം എഴുതിയത് തന്നെ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഇത്തരം സംവാദങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ. അങ്ങനെ രാഷ്ട്രീയക്കാർ തമ്മിൽ ഇലക്ഷൻ എടുക്കുമ്പോഴോ ഒക്കെ സംവാദം നടത്തുമ്പോഴാണ് ഓരോ ജനതയും എന്തൊക്കെ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയാണ് അവിടെ ഭരണത്തിലെ പിഴവുകൾ, എന്തൊക്കെയാണ് ആ പിഴവുകൾ മാറ്റാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, എന്ത് രാഷ്ട്രതന്ത്രജ്ഞതയാണ് അവിടെ വേണ്ടത്, എവിടെയാണ് പോരായ്മയുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരം സംവാദങ്ങളിലാണ്. അപ്പം മുഖ്യമന്ത്രി ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചു. വി ഡി സതീശൻ ഞാൻ റെഡിയാണ്, എവിടെ വെച്ച് എപ്പോൾ വേണം എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അതിന് അത്ര ഫേസ്ബുക്ക് സംവാദം എന്നൊക്കെ പറഞ്ഞത്. ഫേസ്ബുക്ക് സംവാദം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വഴിമാറുന്ന രംഗമാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി. അപ്പോൾ വി ഡി സതീശൻ വിടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇപ്പം സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയോ പറ്റിയൊക്കെയുള്ള ഒരു സംവാദം വരട്ടെ, അത് വരികയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ തന്നെ മുട്ടുകുത്തിക്കും. ആ സംവാദത്തിൽ എന്നും വെല്ലുവിളിക്കാൻ വി ഡി സതീശന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ ഒരു മടിയുമില്ലാത്ത വി ഡി സതീശൻ, അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഒരു പക്ഷേ അതിൻ്റെ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് അറിയാവുന്നതിനേക്കാൾ നന്നായിട്ട്
വളരെ വിശദമായിട്ട് ഇവിടുത്തെ ധനപ്രതിസന്ധിയെ പറ്റി, എന്തുകൊണ്ട് ധനപ്രതിസന്ധി, ഇനി എന്താണ് ഒരു ബദൽ, ഈ ധനപ്രതിസന്ധിയുമായിട്ട് കേരളത്തിന് ഒരുപക്ഷെ UDF LDF ആര് വന്നാലും അടുത്ത 5 വർഷക്കാലം അത്ര കടുത്ത പ്രതിസന്ധിയുടെ കാലമായിരിക്കും. കടപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അത്ര ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്ര വലിയ അതായത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കുറ്റപ്പെടുത്തുന്നു എന്ന് സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും പറയുന്നു, CAG കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു, റിസർവ് ബാങ്ക് ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. എന്താണ് പറയുന്നത്? ബജറ്റിനകത്ത് എടുക്കാവുന്ന കടം എന്ന് പറയുന്നത് GSDPയുടെ 3%. അതുപോലെ തന്നെ സഞ്ചിത കടം എന്ന് പറയുന്നത് GSDPയുടെ 29%. ആ 29% എന്ന് പറയുന്നത് 33, 35, 38, 40 ഈ തരത്തിലൊക്കെ ശതമാനമായി ഉയർന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? കിഫ്ബി വഴിയും KSSPL വഴിയും, അത് രണ്ടും സ്പെഷ്യൽ പർപ്പസ് കടം വാങ്ങാനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആണ്. അതുവഴിയൊക്കെ എടുക്കുന്ന കടം അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് നിയമമുള്ളത് കൊണ്ട് അറ്റകൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ കടങ്ങളെയൊക്കെ ബജറ്റിനകത്ത് എടുക്കുന്ന കടങ്ങളുമായിട്ട് ചേർക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 3% കടം കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് കേന്ദ്രം തഴയുന്നു, കേന്ദ്രം തരുന്നില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. കേന്ദ്രം പലതരത്തിലും സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതായത് അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി പങ്കിടുന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീംസിൻ്റെയൊക്കെ എണ്ണം കുറച്ചു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ കുറച്ചു, സംസ്ഥാന ഗവൺമെൻറ് ഷെയർ എല്ലാത്തിൻ്റെയും കൂട്ടി. അങ്ങനെയൊക്കെ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ ഫെഡറലിസത്തിന് നിരക്കാത്ത രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫൻസിലാക്കുന്നുണ്ട്. പക്ഷേ അതിലും ഉപരി ഈ പറയപ്പെട്ട കിഫ്ബി KSSPL ഒക്കെ വഴിയെടുക്കുന്ന കടം, അപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് LDFിലേക്ക് നമ്മുടെ ഗവൺമെൻറ് ബാറ്റൺ കൈമാറുന്ന സമയത്ത് 1,53,200 കോടിയായിരുന്നു നമ്മുടെ സഞ്ചിത കടം. ആ സഞ്ചിത കടമാണ് 10 വർഷം, അതായത് എത്ര വർഷം കൊണ്ടാണ് 1,53,320 കോടി ആയത്? 1956 മുതൽ 2016 വരെയുള്ള കാലഘട്ടം കൊണ്ട്. അത് കഴിഞ്ഞുള്ള 10 വർഷം കൊണ്ട് 1,53,230 കോടിയിൽ നിന്ന് കടം വളർന്ന് 6 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് കടം വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. VD സതീശൻ അത് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ധനപ്രതിസന്ധിയെ പറ്റിയൊക്കെ ഒരു സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറുകയാണെങ്കിൽ പുള്ളിയും റെഡിയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അത്തരം സംവാദങ്ങൾക്ക് റെഡിയാവില്ല. കാരണം അവിടെ പരാജയം മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരിക്കും എന്നറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ മറ്റൊരു തീരുമാനം, വളരെ ശക്തമായ ഒരു തീരുമാനം ഈ അടുത്ത കാലത്ത് എടുത്തത് SDPIയുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന തീരുമാനമാണ്. അപ്പോൾ LDFിനറിയാം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇപ്പോഴത്തെ വിജയവും പരാജയവും ഒക്കെ ഇരിക്കുന്നത് എന്ന്. എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം എന്ന വിചാരം കൊണ്ട് SDPIയുടെ വോട്ട് വേണ്ട എന്ന് സതീശൻ കൃത്യമായിട്ട് പറയുന്നു. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ LDFിന് അത് പറയാൻ കഴിയുന്നില്ല. കാരണം അവർ വിജയിക്കുമോ പരാജയപ്പെടുമോ, ഏത് വിധേനയും വിജയിക്കണം എന്ന് വിചാരിച്ചാണ് ഈ റീൽസിൻ്റെ പ്രളയമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ടും ഉറപ്പില്ലാത്തത് കൊണ്ടാണ് SDPIയുടെ വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ നിഷേധിക്കുന്നില്ല. പക്ഷേ VD സതീശൻ തീർത്തു പറയുന്നു ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട. കാരണം SDPI എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്, ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ശരിയായ നിലപാടുകളുടെ ഒരു രാജകുമാരൻ, തീരുമാനങ്ങളുടെ ഒരു രാജകുമാരൻ, അതായത് അദ്ദേഹത്തെ പറ്റി നിലപാടുകളുടെ രാജകുമാരൻ എന്ന് ഞാനല്ല പറഞ്ഞത്. ഇത് ഞാൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയായി കണ്ട ഒരു കാര്യം കുറിച്ചിട്ടിരിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ, അതായത് നിലപാടുകളുടെ രാജകുമാരനാണ്
വി ഡി സതീശൻ എന്ന കാര്യം. അപ്പോൾ അങ്ങനെ നിലപാടുകളുടെ രാജകുമാരനാവുക, ആ നിലപാടുകൾ ശരിയാണ് എന്ന് നാളിതുവരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ഇനി വരും കാലങ്ങളിലേക്കുള്ള നിലപാടുകൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇത്ര കാലം വികസിത ഇന്ത്യ വന്നിട്ട് വികസിത് ഭാരത് എന്നൊക്കെ പറഞ്ഞ് ഉറച്ച് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ത്യയിൽ എവിടെയെങ്കിലും പട്ടികവർഗക്കാരുടേതായ ഒരു യൂണിവേഴ്സിറ്റി കാണിച്ചു തരാമോ? 10 വർഷം LDF ഭരിച്ചിട്ട് തിരുനെല്ലിയിൽ ഒന്ന് പോവുക, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ആകെ എന്താ പറയുക പട്ടികവർഗക്കാരുടെ 43% ജില്ല വയനാട് ജില്ലയാണ്. ആ വയനാട് ജില്ലയിൽ ഒരു 2 മാസം മുൻപ് വന്ന ഒരു ന്യൂസ് ഓർമ്മയുണ്ടാകും. ഒരു പട്ടികവർഗ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, 129 പെൺകുട്ടികൾ 3 മുറികളിലായി കഴിയുന്നു. ഒറ്റ ശുചിമുറി മാത്രമാണ് 129 പെൺകുട്ടികൾക്കുള്ളത് എന്നിട്ടാണ് ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ LDF അങ്ങ് തിളങ്ങുന്നതും തള്ളുന്നതും. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഇന്ത്യയിൽ ഒരിടത്തും ഇതുവരെയും ഇവർക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഇവർക്ക് മാത്രമായി വന്നിട്ടില്ല. പക്ഷേ ഇതാ നമ്മുടെ ഈ പ്രകടന പത്രികയിൽ കിടക്കുന്നു. വയനാട്ടിലെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് നാച്ചുറലി വയനാടിനാണ് അർഹതയുള്ളത്. കാരണം കേരളത്തിലെ ആകെ ആദിവാസികളിൽ 43% ഉള്ളത് വയനാട് ജില്ലയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുന്നുവെങ്കിൽ അത് വയനാട് ജില്ലയിൽ തന്നെ വരും. അങ്ങനെ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു വയനാട് ജില്ലയിൽ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുമെന്ന്. ഇതുപോലെ ഒരു ട്രൈബൽ മെഡിക്കൽ കോളേജ് വയനാട് ജില്ലയ്ക്ക് നൽകാൻ ആഗ്രഹിച്ചിരുന്നവനാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി. അദ്ദേഹം ആഗ്രഹിച്ചിട്ടും അത് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ആരോ ഇവിടെ നിന്നുള്ള ഏതോ രാഷ്ട്രീയ മണ്ടന്മാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ളത് പാലക്കാടാണെന്ന്. അവിടെയൊക്കെ ആണല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ പാലക്കാടാണെന്ന് പറഞ്ഞ് ആ മെഡിക്കൽ കോളേജ് പാലക്കാടിനാണ് അനുവദിച്ചത്. അങ്ങനെ അനുവദിച്ചതിൻ്റെ അബദ്ധം, ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എല്ലാ ജില്ലകൾക്കും ഓരോ മെഡിക്കൽ കോളേജ്, അതായത് ഒരു കാരണവശാലും വയനാടിനൊരു മെഡിക്കൽ കോളേജ് കിട്ടാതെ പോകരുത് എന്ന് വിചാരിച്ച്. പക്ഷേ ആ മെഡിക്കൽ കോളേജിന് വേണ്ടി കാര്യമായിട്ടൊന്നും ഈ 10 വർഷവും ആ മെഡിക്കൽ കോളേജിൽ നിന്നല്ല, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഡിക്ലെയർ ചെയ്ത 14 മെഡിക്കൽ കോളേജിൽ ഒന്നിനു പോലും കാര്യമായ യാതൊരു സംഭാവനയും ഈ 10 വർഷം ഭരിച്ച LDF ചെയ്തിട്ടില്ല. ഇപ്പോഴും തുടങ്ങിയതുപോലെ കിടക്കുകയാണ് ആ മെഡിക്കൽ കോളേജുകൾ, യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ. പക്ഷേ നമ്മുടെ ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളെയും വളരെ നന്നായിട്ട് കഴിവിൻ്റെ മാക്സിമം മെഡിക്കൽ കോളേജുകളാക്കി റേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വി ഡി സതീശൻ്റെ മാത്രം തീരുമാനമല്ല, പക്ഷേ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിർണായകമായ ഒരു ചാലക ശക്തിയായി വി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭരണം വന്നാൽ ഞാൻ കുറച്ചും കൂടി ഈ ധനപ്രതിസന്ധിയെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് ഗവൺമെൻറ് വന്നാലും കൈകാലിട്ടടിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയേറെ കടത്തിലാണ് കേരളം പെട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ആ കടത്തെയൊക്കെ ഒതുക്കി ഒരു നല്ല കുടുംബിനിക്ക് പറ്റുന്നത് പോലെ ഒരു നല്ല മുഖ്യമന്ത്രി വന്നാൽ ആ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അതിനെയൊക്കെ ഒതുക്കി, അതായത് എനിക്ക് അങ്ങനെ എങ്ങനെയാണ് ഒതുക്കുന്നത് എന്നൊക്കെയുള്ളത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല ഓരോ മാർഗങ്ങൾ. അതിനൊക്കെ ഒരു സാധ്യതകളൊക്കെ തേടി കണ്ടുപിടിച്ച് നടത്തി കൊണ്ടുപോകാൻ കെൽപ്പുള്ളവനാണ് വി ഡി സതീശൻ എന്നാണ് ഞാൻ ഒരു 4-5 വർഷം കൊണ്ട് കേരളത്തെ ഈ കടത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്നൊക്കെ മാറ്റി നമ്മുടെ വികസനത്തെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു നിർബന്ധവും എനിക്കില്ല. ഞാൻ ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അവരുടെ അഭിപ്രായത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഫിനാൻസിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്തിരുന്ന ഒരു ജെയിംസ് ജോസഫ്, അദ്ദേഹം വളരെ മിടുക്കനായ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റാണ്. ആ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ജെയിംസ് ജോസഫ് കണ്ടത്തിൽ
അദ്ദേഹം ആയിട്ട് പങ്കിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ പങ്കിട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ മനസ്സിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം ഇഷ്ടമാണ് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനെയും ശശി തരൂരിനെയും അങ്ങനെ അവരെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി, അതായത് ഓരോ ചുവടുവയ്പും വളരെ കരുതലോടെ വേണം. അങ്ങനെ മുന്നോട്ട് പോകാൻ പ്രാപ്തനായ ഒരാളാണ് വി.ഡി. സതീശൻ എന്നാണ് അങ്ങനെ ഈ പറയപ്പെട്ട ഞാൻ കോണ്ടാക്ട് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവരാണ് കേട്ടോ. അല്ലാതെ അതായത് ഈ ജെയിംസ് ജോസഫിനെ പോലെ ജെയിംസ് ജോസഫ് ആയിട്ട് ഒന്ന് സംവദിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എത്ര മിടുക്കനാണ് അദ്ദേഹം. ഫിനാൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കിഫ്ബിയുടെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹവും ഒക്കെ ആയിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹത്തിനും അറിയാമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും വി.ഡി. സതീശന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനിയല്ല അദ്ദേഹമല്ല മറ്റേതൊരു ആളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിലും പ്രാപ്തനായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാവരും പ്രാപ്തിയുള്ളവരാണ്. പക്ഷേ ഈ ജോൺ എഫ് കെന്നഡി പറയുന്ന തരത്തിലുള്ള കറേജ്, സ്വന്തം കാര്യങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട്, അതായത് സ്വന്തം വ്യക്തി താല്പര്യങ്ങളെ അടിയറവ് വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യം, താൻ ഭരിക്കുന്ന ആ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ധൈര്യം കാണിക്കുന്ന ആള്, അതായത് പ്രൊഫൈൽസ് ഇൻ കറേജ് എന്ന് പറയുന്ന ആ പ്രൊഫൈലുള്ള കെന്നഡിക്ക് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പ്രൊഫൈൽ കറേജുള്ള ഒരു വ്യക്തിയായിട്ട് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടിയത് ഒരുപാട് പേര്. ഞാൻ എണ്ണമൊന്നും എടുത്തിട്ടല്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ ലിങ്ക് ചെയ്ത് ആശയങ്ങളെടുക്കും. അങ്ങനെ ആശയങ്ങളെടുത്ത് എന്നാലും ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു റിസർച്ച് ഗവേഷണ രീതി അനുസരിച്ചാണെങ്കിൽ നമ്മുടെ 3,57,00,000 ജനങ്ങളുണ്ട്. അതിലെ പ്രായപൂർത്തി വോട്ടവകാശമുള്ളവർ തന്നെ 2 കോടിയിൽ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഈ വോട്ടേഴ്സിൻ്റെയൊക്കെ ഒരു 2% സർവേ ചെയ്താലാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു ഗവേഷണ റിസൾട്ട് കിട്ടുക. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. പക്ഷേ ഇങ്ങനെ കുറച്ച് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർ ചോദിച്ച് അവനവൻ്റെ പരിചയപ്പെട്ടവരോട് ചോദിച്ച് അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു സർവേ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ആ സർവേയിൽ ഇദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം കിട്ടിയത്. മറ്റുള്ള ആരെയും മോശക്കാരായി കാണുന്നില്ല. അവരൊക്കെ സമർത്ഥരാണ്, മിടുക്കരാണ്. ഈ പദവിയിലിരുന്നാൽ പലതുകൊണ്ടും നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ബോൾഡായിട്ട് എടുക്കാൻ, അതായത് സ്വന്തം താല്പര്യങ്ങളെ പോലും ബലി കഴിച്ചുകൊണ്ട് അത് ഒന്നുമല്ല എൻ്റെ താല്പര്യം, എൻ്റെ താല്പര്യം എന്ത് എന്ന രീതിയിൽ അവഗണിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ച്, ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ശക്തിയാണ് വി.ഡി. സതീശൻ എന്നാണ് അവരൊക്കെ ആയിക കണ്ഠേന പറഞ്ഞത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അർഹതയുള്ള പലരുമുണ്ട് UDF-നകത്ത്. അപ്പോൾ ആ പലരിൽ ഒരാളാണ് വി.ഡി. സതീശൻ. എന്നിട്ട് എന്തുകൊണ്ട് വി.ഡി. സതീശന് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ പ്രൊഫൈൽസ് ഇൻ കറേജിൽ പറയുന്നത് പോലെ സ്വന്തം താല്പര്യങ്ങൾ കണക്കിലെടുക്കാതെ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് രാഷ്ട്രതന്ത്രജ്ഞതയോടെ തീരുമാനങ്ങൾ എടുക്കാനും സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനും ഏറ്റവും പ്രാപ്തൻ വി.ഡി. സതീശനാണ് എന്നാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റുള്ളവർക്കും ചാൻസ് കിട്ടിയാൽ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ശരി എങ്കിൽ ഈ പ്രാവശ്യം വി.ഡി. സതീശൻ ഭരിക്കട്ടെ, ഞങ്ങൾ മാറി നിൽക്കാം, ഇനിയും അവസരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് സ്വയം മാറി നിൽക്കാം. അങ്ങനെ സ്വയം മാറുന്നവരും പ്രൊഫൈൽസ് ഇൻ കറേജിൽ വരുന്ന കറേജിയസ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. കാരണം ആ മാറ്റത്തിൽ അവരെന്താണ് ചെയ്യുന്നത്? സ്വന്തം താല്പര്യങ്ങളെയാണ് ബലിയേൽപ്പിക്കുന്നത്.